സിക്സ് ഒക്കെ അടിക്കുമെന്ന് ചുമ്മാ നിൽക്കുക അവിടെ കളിക്കാനത് എന്തുവാന്ന് പോലും അറിയത്തില്ല. ബാറ്റ് എന്തുവാ ബോൾ എന്തുവാ എന്ന് പോലും അറിയത്തില്ല. പറയുന്നവളാണ് മോശം. അവരുടെ കരിഷ്മ എന്റെ മാനേജർ ഞാൻ കണ്ടതിൽ വെച്ച് ഞാൻ അവിടെ വരുമ്പോഴും അവരുടെ അധികം സംസാരിച്ചിട്ടില്ല. എനിക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ വളരെ ഒരു ദ്രോഹം ഉണ്ടാകുന്ന രീതിയിലാണ് അവരുടെ പോക്കെങ്കിൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കും. സൈറ്റിൽ നിങ്ങൾ ഈ കാണുന്ന സംഭവം ഇത് രേണുസുതി അല്ല. ഈ ബിഗ് ബോസ് താരങ്ങളുടെ ക്രിക്കറ്റ് കളി മത്സരം നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇവരുടെ ക്രിക്കറ്റ് മാച്ച്. എല്ലാ മീഡിയക്കാരും ഇവരുടെ പുറകെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിന്നെയും എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള കുറേ കോമാളി പരിപാടികൾ വയ്ക്കുന്നത്? എന്തിനാണോ നിങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം വില കൊണ്ടുവന്ന് കളയുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എന്താ പറയുക മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ നിങ്ങൾക്ക് മീറ്റ് ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും വല്ല റിസോർട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിയാന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കുറേ വൃത്തികെട്ട പരിപാടികൾ എന്തിനാണ് വയ്ക്കുന്നത്? നേരെ ചുവ ഒന്ന് ബാറ്റ് പിടിക്കാൻ പോലും ഒരു മനുഷ്യർക്ക് അറിയത്തില്ല. ഞാനിവിടെ സൈഡിൽ ഒരു വീഡിയോ കാണിക്കാം. ബിഗ് ബോസിലെ എക്സ് കണ്ടസ്റ്റന്റ് ആണ് വീണ നായർ. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഇപ്പം വീണയെ മാത്രമല്ല കുറ്റം പറയുന്നത്, സകലമാന പേരും ഇങ്ങനെ തന്നെയാണ്. നേരെ ബാറ്റ് പിടിക്കാൻ പോലും അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ആകെ അറിയാവുന്ന സായിക്ക് മാത്രമേ ഉള്ളൂ. സായി മാത്രമേ ഉള്ളൂ ക്രിക്കറ്റ് സ്ഥിരമായിട്ട് കളിക്കുന്നൊരു വ്യക്തി. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കാര്യവുമില്ല, ഒന്നും പറയണ്ട. എന്തായാലും നമുക്ക് ഇനി നമ്മുടെ കഥാനായികയിലേക്ക് പോകാം. രേണുസുതി ഇറങ്ങിയിട്ടുണ്ട്. രേണുസുതിയും ക്രിക്കറ്റ് കളിക്കാനുണ്ടായിരുന്നു. രേണുസുതിയെ ഈ നിലാവത്ത് അഴിച്ചു വിട്ട കോഴിയുടെ കണക്ക് ഗ്രൗണ്ടിന് ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ട് എന്തോ ചെയ്യണമെന്ന് അറിയാതെ. എന്നിട്ട് പറയുന്നത് എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയത്തില്ല, എനിക്ക് സിക്സ് അടിക്കാൻ അറിയത്തില്ല, ഫോർ അടിക്കാൻ അറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല. അതാ പറയുന്നത്. ഒന്നും അറിയാത്ത ആൾക്കാരെയൊക്കെ വെച്ചിട്ട് എന്തിനാ ഇങ്ങനെ ഒരു പരിപാടി വയ്ക്കുന്നത്? നിങ്ങൾക്ക് വേറെ എന്തെല്ലാം പരിപാടികൾ വയ്ക്കാം. ബോൾ ചെയ്യാനാണോ ബാറ്റ് ചെയ്യാനാണോ കൂടുതൽ ഇഷ്ടം? രണ്ടു പേര് ഇഷ്ടമല്ല, പക്ഷെ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. എന്തെങ്കിലുമൊക്കെ ചെയ്യാം, കോമഡി ചെയ്തല്ലേ പറ്റത്തുള്ളൂ. എന്തിനാ ഈ നിർബന്ധിച്ച് ഈ ആൾക്കാരെയൊക്കെ അങ്ങനെ കൊണ്ടുവരുന്നത്? ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് ഇമാതിരി പരിപാടികളൊക്കെ കാണിക്കായിരിക്കും. കുറേ നാളായിട്ട് നമ്മൾ ഈ ഒരു സംഭവങ്ങൾ കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെയുള്ള പരിപാടികൾ വയ്ക്കുക. ഇനി അത് വേറെയും കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്നും ഇപ്പോൾ ബാക്കി ആരും വരുന്നില്ല എന്ന് തോന്നുന്നു. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അടിപൊളിയാണ്. ആ ഷോ കഴിഞ്ഞു. പിന്നെ പുറത്ത് വന്നിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങളെല്ലാവരും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇങ്ങനെയുള്ള പരിപാടികൾ കാണിച്ച് നാട്ടുകാരെ വെറുപ്പിക്കാതിരിക്കുക. സിക്സ് ഒക്കെ അടിക്കുമെന്ന് അയ്യോ ശാരീരിക എടുത്തത് കൊണ്ട് എല്ലാത്തിനും പ്രതികരിക്കുന്ന ശാരീരികത്തിനൊന്നും ഒന്നും പ്രതികരിക്കണ്ട. ശരിക്കും പറഞ്ഞാൽ ശാരീരികയൊക്കെ എന്താണോ ബിഗ് ബോസിൽ കാണിച്ചതെന്ന് എനിക്കറിയത്തില്ല. അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് പോലും കമാന്നൊരു അക്ഷരം ഇവർ പറയുന്നത് നമ്മളങ്ങും കേട്ടിട്ടില്ല. ടീമിന്റെ പേരെന്തായിരുന്നു? ഒരു ക്രിക്കറ്റ് കളിയുണ്ട്, കുറച്ച് ആൾക്കാരും ഉണ്ട്. കണ്ടേ രേണു കുണിതാണ്ട ചുമ്മാ ഇവിടെ സൈഡിൽ ഇപ്പുണ്ട്. ഞാൻ ഒരു വീഡിയോ ഇവിടെ കാണിക്കാം. ചുമ്മാ നിൽക്കുക അവിടെ കളിക്കാനത് എന്തുവാന്ന് പോലും അറിയത്തില്ല. ബാറ്റ് എന്തുവാ ബോൾ എന്തുവാ എന്ന് പോലും അറിയത്തില്ല. ചുമ്മാ ഒരു ജേഴ്സിയൊക്കെ അടിച്ചുണ്ടാക്കി എല്ലാവർക്കും കൂടെ ഇട്ട് ഇതിൻ്റെയൊക്കെ കാര്യം എന്താണ്? ഇപ്പം ചോദിക്കൂ നിനക്കൊക്കെ എന്താ, നിനക്കല്ലെങ്കിൽ ബിഗ് ബോസ് വരാത്തതിൻ്റെ ചുരുക്കായിരിക്കും. ഇത് കാണുന്ന സകലമാന പേരും ഇങ്ങനെ തന്നെയായിരിക്കും പറയാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല. എല്ലാവരും ഇത് കാണുമ്പോഴത്തേക്ക് നിങ്ങളെ തന്നെ കൂടുതൽ തെറി വിളിക്കത്തേ ഉള്ളൂ. അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാത്ത സൈബർ ബുള്ളിങ് ഒന്നും ഇല്ലാത്ത കുറച്ച് ആൾക്കാരൊക്കെ രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. അവരെയൊക്കെ പിന്നെ ഇതിനകത്തോട്ട് പിടിച്ചിടുവാണ്. അതാണൊക്കെ അതിനകത്ത് ഞാൻ ശോഭയെ കണ്ടിട്ടുണ്ടായിരുന്നു. ശോഭ പിന്നെയും വന്നിട്ട് എന്തോ മാരാറുടെ സ്വഭാവം എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. അതുകൊണ്ടായിരിക്കും തോറ്റയെന്ന്. അതായത് ഇപ്പോഴും ആ പുള്ളിക്കാരത്ത് ബിഗ് ബോസിൽ നിന്ന് വെളിയിൽ വന്നിട്ടില്ല. ബിഗ് ബോസിൽ നിന്ന് തോറ്റൊരു വ്യക്തിയാണെന്ന് ഇതുവരെ ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ആ ഷോ കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ ഒരു ശത്രുത മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി. എൻ്റെ ദൈവമേ, ഈ ഒരു സ്ത്രീ അല്ലാതെ വേറെ ആരുമില്ല അങ്ങനെ. എന്തായാലും അതിനെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ നിൽക്കുന്നില്ല. നമുക്ക് രേണുസുതിയിലേക്ക് പോകാം. അതുപോലെ ചേച്ചിയുടെ മാനേജറിൽ വന്ന ആളെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട്. അയാൾ ഭയങ്കര മോശമായിട്ടുള്ള സ്ത്രീയാണ്. ചേച്ചിയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? പറയുന്നവളാണ് മോശം. അവരുടെ കരിഷ്മ എന്റെ മാനേജർ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വ്യക്തിയാണ്. ഈ കരീഷ്മയൊന്നും ഞാൻ മോശം പറയുകയൊന്നും ഞാൻ ചെയ്യുന്നതൊന്നുമില്ല. പക്ഷേ അനാവശ്യമായിട്ട് കരീഷ്മയുടെ പേര് വലിച്ചിട്ടത് ഇവിടെ രേണുസുതിയാണ്. മനസ്സിലായില്ലേ? ഡയറക്റ്റ് മീറ്റിന് എത്ര റേറ്റ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മാനേജറെ കോൺടാക്ട് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ മെസ്സേജ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരൊക്കെ എന്തോ വന്നിരുന്ന് പറയുന്നത്. അല്ലാതെ കരീഷ്മയുടെ കുടുംബ ചരിത്രമോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്ത് വെച്ച് വീഡിയോ ചെയ്യുന്നില്ല. എനിക്ക് അതിന് താല്പര്യമില്ല. അവരെന്തോ കാണിക്കട്ടെ. അവർ സോഷ്യൽ മീഡിയ വന്ന് ഇങ്ങനെയുള്ള അപരാധങ്ങളൊന്നും അവർ കാണിക്കുന്നില്ല. അതില്ലാത്ത പക്ഷം നമുക്ക് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. പക്ഷേ രേണു കാണിക്കുന്നത് എന്താ? രേണുവിൻ്റെ മാനേജറാണ്. രേണുവിൻ്റെ മാനേജറിനെ അനാവശ്യമായിട്ട് പിടിച്ചിട്ടതാണ്. ഇപ്പോഴും നിങ്ങളൊരു വ്യക്തത തന്നിട്ടില്ല.
ആ ഒരു ചാറ്റ് എന്തിൻ്റെയാണെന്ന് പോലും നിങ്ങൾ പറഞ്ഞിട്ടില്ല. കാര്യം നിങ്ങൾ അത് ചോദിക്കുമ്പം വളച്ചൊടിച്ച് സംസാരിക്കുവാണ്. ഒരു കോഫി കുടിക്കണമെങ്കിലോ ഒരു ഡ്രൈവ് പോകണമെങ്കിലോ കോൺടാക്ട് മൈ മാനേജർ എന്ന് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സുമായിട്ട് ഇങ്ങനെ കോഫി കുടിക്കാൻ ഡ്രൈവ് പോകുന്നതും ഒക്കെ അത്ര നല്ല ശീലമാണെന്നാണോ രേണു വിചാരിക്കുന്നത്? എനിക്കറിയത്തില്ല. രേണുവിന് എല്ലാത്തിനും കുറേ ന്യായീകരണമുണ്ട് രേണുവിൻ്റേതായിട്ടുള്ള. എന്തായാലും കുറേ ദിവസമായിട്ട് രേണു മിണ്ടാതിരുന്നിട്ട് രേണു വീണ്ടും 10 മടങ്ങായിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ അത്. ഇനി വേറെ ഒരു വീഡിയോ ഉണ്ട്. നമ്മുടെ ഷാരിക ഈ മറ്റേ മുൻഷി ഉണ്ടല്ലോ, ബിഗ് ബോസിൽ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻ്റാണ് മുൻഷിയുടെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത പാർട്ടിനകത്തായിരിക്കും കൂടുതൽ രേണു സുധിയുടെ ഒരു കോൺവെർസേഷൻ വരുന്നത്. എന്താണ് രേണുവിനെ പറ്റി മുൻഷി പറഞ്ഞത് നിങ്ങളെ കേൾപ്പിക്കാം. ഞാൻ അവിടെ വരുമ്പോഴും അവരടുത്ത് അധികം സംസാരിച്ചിട്ടില്ല. അല്ല, ഇപ്പോഴത്തെ നമ്മുടെ ബിഗ് ബോസിന് ശേഷമുള്ളവരുടെ സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവിടെ വന്നിട്ട് രേണു ആരോടും വലുതായിട്ട് മിണ്ടിയിട്ടില്ലായിരുന്നു. പിന്നെ പതുക്കെ അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടെ നിന്ന് നൈസായിട്ട് ഇനി വെളിച്ചാടിയതാണ്. അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് മിണ്ടാതിരുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് രേണുവാണ്. ശേഷം അവരവരുടെ ഒരു ലൈഫ് കണ്ടെത്തി അവരവരുടെ ഓരോ റൂട്ടിൽ അവരവർ പോകുന്നു. യെസ്, ലൈഫ് കണ്ടെത്തി. ഈ ലൈഫ് കണ്ടെത്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സബ്സ്ക്രിപ്ഷനിലൂടെ ഈ ലൈഫ് കണ്ടെത്തി എന്ന് മാത്രം പറയാതിരുന്നാൽ മതി. രേണു കാണിക്കുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ആരും കണ്ടില്ല എന്ന് നടിക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് പിന്നെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കൊക്കെ ഭയങ്കര ചൊറിച്ചിൽ. സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, പിന്നെ അതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങളും വിവാദങ്ങളും ഇവിടെ നടന്നു. അപ്പം ഇതെല്ലാം നിങ്ങൾ അങ്ങ് മറന്നിട്ട് പറയും അത് അതിൻ്റെ ഇഷ്ടത്തിൽ അങ്ങ് ജീവിച്ചോട്ടെ. അതിൻ്റെ ജീവിതമല്ലേ, എന്തിനാണ് നിങ്ങൾ അതിനകത്ത് തലയിടുന്നത്? നിങ്ങളെല്ലാവരും എന്തിനാണ് ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇങ്ങനെ പറഞ്ഞിറങ്ങുന്ന കുറേ എണ്ണം. നിനക്കൊക്കെ സത്യം പറഞ്ഞാൽ തലയ്ക്ക് വെളിവില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ പറയുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന പ്രവൃത്തികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പറഞ്ഞത് തിരുത്താൻ നോക്കുക. നേരെ പക്ഷം നിങ്ങളൊക്കെ വന്നിരുന്നിട്ട് ന്യായീകരിക്കുന്നുണ്ടല്ലോ, അതൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത് നമ്മളാരും ദ്രോഹിക്കുന്നില്ല എന്നുള്ളിടത്തോളം അതിന് കുഴപ്പമൊന്നുമില്ലാതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അപരാധം കാണിക്കുന്ന ആൾക്കാർ നമ്മളെയൊക്കെ പേഴ്സണലി ദ്രോഹിക്കുന്നുണ്ടോ? എന്നെ പേഴ്സണലി ദ്രോഹിക്കുന്നില്ല. നമുക്കൊക്കെ ഒരു കോണ്ടന്റ് മാത്രമാണ് ഈ ഒരു സാധനം. പിന്നെ ഇവർ കാണിക്കുന്ന അപരാധത്തിനകത്തോട്ട് നമുക്ക് വിയോജിപ്പുണ്ട്. അല്ലാതെ ഇവർ നമ്മളെ പേഴ്സണലി ദ്രോഹിക്കുന്നു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അവരുടെ ലൈഫിൽ നമ്മൾ കയറി ഇടപെട എനിക്ക് അതുകൊണ്ടൊരു ദ്രോഹം എനിക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ വളരെ ഒരു ദ്രോഹം ഉണ്ടാകുന്ന രീതിയിലാണ് അവരുടെ പോക്കെങ്കിൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കുകയോ എന്തെങ്കിലും ചെയ്യണം. എന്തിനും ഇങ്ങനെയുള്ളൊരു ന്യായീകരണം പറയല്ലേ. നമ്മളെ ആരെയും അവരൊന്നും ചെയ്യുന്നില്ലല്ലോ, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. നമ്മളെ ഇതൊക്കെയാണോ ഇതിൻ്റെ ഒരു ന്യായീകരണം? കാര്യം പറയാനൊന്നുമില്ല, മനസ്സിലായില്ലേ? എങ്ങനെയെങ്കിലും നൈസായിട്ട് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തേ പറ്റൂ. എന്നാൽ ഈ വ്യക്തിയൊക്കെ തന്നെയാണ് ബിഗ് ബോസിൽ രേണുവിനെ പറ്റിയിട്ട് ഓരോ ആൾക്കാർ എന്തൊക്കെ പറയുന്ന സമയത്തൊക്കെ കൂടി ഇരുന്ന് കേൾക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തത്. എന്തുകൊണ്ടാണ് ഇതേ ഒരു നിലപാട് നിങ്ങൾ ബിഗ് ബോസിനകത്ത് പറയാഞ്ഞത്? ബിഗ് ബോസിലെ എല്ലാ എണ്ണം വന്നിരുന്ന് രേണുവിനെ പറയുന്ന സമയത്ത് എല്ലാ എണ്ണം കൂടെ വന്നിരുന്ന് കൈയടിക്കുമായിരുന്നല്ലേ? അന്ന് ഈ നിലപാടൊന്നും ഇല്ലായിരുന്നോ? ഇതിപ്പോൾ ആരും ദ്രോഹിക്കാതെ അവരവരുടെ ഒരു വഴി കണ്ടെത്തി അവർ ജീവിച്ചു പോകുന്നു. നല്ലതല്ലേ? അത് അവർക്കൊരു ഒരു ഒരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടായില്ലേ? അതെപ്പോഴും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ആർക്കൊക്കെ അവരവരുടെ വഴി കണ്ടെത്തി അവർ ജീവിച്ചു പോകുന്നു, നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണെന്നൊക്കെ. എൻ്റെ പൊന്ന് രഞ്ജിതണ്ണ, നിങ്ങൾക്കെല്ലാം അറിയാഞ്ഞിട്ട് നിങ്ങളെല്ലാം മണ്ടന്മാരെ പോലെ പെരുമാറല്ലേ. ഇവിടെ അവർ ജീവിക്കുന്നതിനകത്തോ അവർ ഏത് വഴി നടക്കുന്നതിനകത്തോ ഒന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അനാവശ്യമായിട്ട് ഈ കുറേ സബ്സ്ക്രിപ്ഷൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി. അതൊക്കെ എന്ത് മെസ്സേജൊക്കെയാണ് സമൂഹത്തിന് കൊടുക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളെയൊക്കെ എല്ലാവരുടെയും കണ്ണിൽ അതൊക്കെ ഭയങ്കരമായിട്ടായിരിക്കും തോന്നുന്നത്. അതൊന്നും അത്ര ശരിയുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം പേഴ്സണലി എന്തെങ്കിലും കാര്യങ്ങളോ പേഴ്സണലി റിലേഷൻഷിപ്പുകൾ ഉണ്ടാകുന്നതോ അതൊന്നും അല്ല ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ. ഈ പബ്ലിക്കിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻ വഴി ഇങ്ങനെയുള്ള കോണ്ടൻറ്റ് സെല്ല് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് വരുന്ന തലമുറയെ ബാധിക്കും. അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്. അതിനെയൊന്നും നമുക്കൊന്നും ന്യായീകരിക്കാൻ പറ്റത്തൊന്നുമില്ല. ഒരു യൂട്യൂബേഴ്സും അതിനൊന്നും ന്യായീകരിക്കത്തുമില്ല. അങ്ങനെ ന്യായീകരിക്കുന്നവന്മാർ വല്ലതും ഉണ്ടായി അമ്മർക്ക് തലയ്ക്ക് വല്ല അസുഖം ഉണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. ആർക്കൊക്കെ അത് കഴിയുന്നു എന്നുള്ളത്, ആർക്കൊക്കെ കഴിയുന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. കഴിയുന്ന ഒരാൾ ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ എന്താ കഴിയുന്നവരെന്തായാലും അങ്ങ് ചെയ്യട്ടെ. ഇനി ഇവരൊന്നും നമുക്ക് തിരുത്താൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നിങ്ങൾക്ക് ഞാൻ വേറെ ഒരു സംഭവം കാണിക്കാം. ഇവിടെ രേണു സുധിയുടെ ഒരു ഡാൻസ് എന്നും പറഞ്ഞ് ഒരു സംഭവം ഇറങ്ങുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സൈഡിൽ നിങ്ങൾ ഈ കാണുന്ന സംഭവം ഇത് രേണു സുധി അല്ല. ഇത് വേറെ ഏതോ നോർത്ത് ഇന്ത്യയിലുള്ള വേറെ ഏതോ ഒരു പെൺകുട്ടിയാണ്. പക്ഷേ ഡാൻസ് സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് എക്സാക്റ്റ് രേണുവിനെ കണക്ക് തന്നെ ഇരിക്കുവാണ്. രേണു ഇത് കണ്ട് കുറേ ആൾക്കാർ രേണു ബാറിൽ അടിച്ചു പൊളിക്കുന്നു, അല്ലെങ്കിൽ രേണു ബാറിൽ ഐറ്റം ഡാൻസ് കളിക്കുന്നു
എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളും വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് രേണുസുതി അല്ല. നമ്മുടെ വാക്ക് വിത്ത് വിഷ്ണു എന്ന് പറയുന്ന ചാനലിനകത്ത് പുള്ളിക്കാരൻ ആ ഒരു പ്രൊഫൈൽ ഉൾപ്പെടെ എടുത്ത് വെച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഈ വീഡിയോ ഏത് ഇൻസ്റ്റഗ്രാമിലാണ് വന്നതെന്ന് ഉൾപ്പെടെ എടുത്ത് വെച്ച്. നമ്മൾ രേണുവിനെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി അങ്ങ് അപരാധം പറയാതെ രേണുവിൻ്റെ എന്തെങ്കിലും നല്ലതും കൂടെ പറയണ്ടേ. അപ്പം എല്ലാം രേണു ആണെന്നൊന്നും നമുക്ക് എവിടെയും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം കുറേ രീതിയിൽ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ താഴെ വന്ന കമൻസ് കേട്ടോ, കുറേ കമൻസ് ഉണ്ട് ഇത് രേണുവല്ലേ എന്ന്. പക്ഷേ ആ ബോഡി ലാംഗ്വേജും പിന്നെ ആ ഡാൻസും ഒക്കെ കാണുമ്പോൾ ഓബ്വിയസ്ലി നമ്മൾ ചിന്തിക്കും അത് രേണു ആണ് എന്ന്. എന്തായാലും നിലവിൽ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട് രേണുവിനെ ചുറ്റിപ്പറ്റി. പിന്നെ വേറെ കുറച്ച് കാര്യം പറയാം. ഞാൻ ആ വീഡിയോസ് ഒന്നും ഇവിടെ വയ്ക്കുന്നില്ല, വീഡിയോസ് വെച്ച് നമ്മൾ വെറുപ്പിക്കുന്നില്ല. ഈ അഭിലാഷ് ആട്ടായം എന്ന് പറയുന്ന ഒരു വായി നോക്കിയുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അത്യാവശ്യം നല്ലൊരു ടാലൻ്റൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പം കാണിക്കുന്ന കോമാളിത്തരത്തിൽ എനിക്ക് അങ്ങനെ വിളിക്കാനേ തോന്നുന്നുള്ളൂ. രേണുവിൻ്റെ പേര് പറയുക, രേണു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ മുടി വെട്ടും, ഞാൻ താടി വടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അനാവശ്യമായിട്ട് ഓരോ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവൻ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ നിങ്ങൾ കാണാറുണ്ടോ? ഒരു മനുഷ്യർക്കും ഈ പറയുന്ന ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് യവന്മാരെ കാരണം. അതായത് പല സ്ത്രീകളെ എടുത്ത് പൊക്കുന്നു, ഡാൻസ് കളിക്കുന്നു, ബീച്ചിൽ കിടന്ന് ഉരുണ്ട് മറിയുന്നു, എന്തുവാ കാണിക്കുന്നത്? അതും ഭയങ്കര വൾഗറായിട്ട് ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ഇവരൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോൾ ഈ പറയുന്ന രേണുവിന് ഉൾപ്പെടെ മനസ്സിലായി ഇത് ഈ സോഷ്യൽ മീഡിയയിൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലൊക്കെയുള്ള വേലത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞാലേ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ ഇവർ മനസ്സിലാക്കിയിട്ടാണ് ഇവരെല്ലാം ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ ഷാരിക എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഇവർ വന്ന് ഇത്രയും ഡയലോഗ് പറഞ്ഞിട്ടും ഇവരുടെ ഈ ഒരു ഇൻ്റർവ്യൂ തന്നെ, ഈ മുൻഷി രഞ്ജിത്തുമായിട്ടുള്ള ഇൻ്റർവ്യൂ നിങ്ങൾ പോയി നോക്കണം. അവർ പ്രത്യേകം ഈ പറയുന്ന രഞ്ജിത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ ഹോട്ട് സീറ്റാണ് ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ആയത്, ഞാൻ നെഗറ്റീവ് പറഞ്ഞിട്ടാണ് എനിക്ക് ഭയങ്കര രീതിയിൽ റീച്ച് കിട്ടിയത്, അങ്ങനെയാണ് ഞാൻ ബിഗ് ബോസിലെത്തിയത്. അപ്പം ഇവർക്കറിയാം രേണു കാണിക്കുന്ന നെഗറ്റീവാണ്, നെഗറ്റീവിലൂടെയാണ് റീച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതെന്നും ഇവർക്ക് നല്ല ബോധമുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്, എന്തും കാണിക്കാം, എന്ത് പ്രവൃത്തിയും കാണിക്കാം, അങ്ങനെ കാശുണ്ടാക്കാം എന്നും പറഞ്ഞ് തുനിഞ്ഞിറങ്ങുന്ന കുറേ എണ്ണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാരൊക്കെ ഈ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നൊരു സമാധാനത്തിന് വേണ്ടിയിട്ടായിരിക്കും സോഷ്യൽ മീഡിയയൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പം അവർക്കും കൂടെ തലയ്ക്ക് ഭ്രാന്താക്കുന്ന പരിപാടിയാണ് ഇവറ്റകളൊക്കെ കാണിക്കുന്നത്. എന്നാൽ അത് സപ്പോർട്ട് ചെയ്യാൻ വേറെ കുറേ എണ്ണോ. അവർ കാണിച്ചോട്ടെ, ജീവിച്ചോട്ടെ, അതിനിപ്പോൾ എന്താ? അവർ നിങ്ങളെ ആരെങ്കിലും ദ്രോഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കുട്ടികൾക്ക് ചിലവിന് കൊടുക്കാവോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു നരേഷനുമായിട്ട് ഇറങ്ങും. ഈ പ്രവർത്തികളൊന്നും ദൈവത്തെ ഓർത്ത് നിങ്ങളാരും സപ്പോർട്ട് ചെയ്യരുത്. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ഈ ബിഗ് ബോസിൻ്റെ കേസ്. ഈ ഇത്രയും അപരാധങ്ങൾക്കറിയാം അടുത്തൊരു സംഭവം അത്രയാണ് എനിക്ക് തോന്നിയത്. അതായത് ക്രിക്കറ്റ് കളി എന്നും പറഞ്ഞിറങ്ങുമോ, ഇടയ്ക്കിടയ്ക്കുണ്ട്. എന്തിനാ ഇങ്ങനെ? ആർക്ക് കാണാനാ? നിങ്ങളൊന്നും കാണാൻ ഒരു മനുഷ്യർക്കും വലിയ താല്പര്യമൊന്നുമില്ല. നിങ്ങളൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോവുക. അല്ലാതെ ഇമാതിരി പരിപാടികളൊക്കെ കാണിച്ചിട്ട് പിന്നെയും വെറുപ്പീര് ഉണ്ടാക്കാതിരിക്കുക, വെറുപ്പ് സമ്പാദിക്കാതിരിക്കുക ആൾക്കാരുടെ ഇടയിൽ. രേണുവിനെ കാരണമേ ഇവിടെ പുറത്തി മുട്ടിയിരിക്കുക, അതിൻ്റെ ഇടയിൽ കൂടെയാണ് വേറെ കുറേ എണ്ണം. എന്തായാലും എനിക്ക് ഇത്രയും വീഡിയോ ക്ലിപ്പ് കിട്ടിയുള്ളൂ. എന്തായാലും ഇപ്പോൾ തുരുതുരെ ഇപ്പോൾ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. രേണുവിന് കൊടിയും പിടിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഇറങ്ങും. ഈ കൂട്ടത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ഞാൻ കണ്ടിട്ട് മിസ്സിങ്, ജാസി. അവൻ ഏതോ ഭാഗ്യത്തിന് ആ ബിഗ് ബോസിൽ കയറിയിട്ടില്ല. അവനെ കയറ്റാത്തത് എന്തോ മഹാഭാഗ്യമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലെ അവനും കൂടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിപ്പം അതിനെക്കാട്ടിയും പോയേനെ. അവൻ്റെ ഇന്നൊരു ഡയലോഗ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എന്തോ KSRTCയിൽ ഈ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കുന്നതൊരു സംഭവം വരാൻ പോവല്ലേ. അപ്പം മീഡിയയിൽ ഒരു വ്യക്തി ജാസി എടുത്ത് ചോദിച്ച്, ജാസി പോയി കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ സമ്മതിക്കുമെന്ന്. ജാസി പറഞ്ഞതാ, ഞാനൊരു പെണ്ണല്ലേ, എന്നെ എന്താ സമ്മതിക്കാത്ത? അതായത് സ്വന്തമായിട്ട് അങ്ങ് പറയുക പെണ്ണാണെന്ന്. എവിടെയും പെണ്ണായിട്ടില്ല. ജാസി കാണിക്കുന്ന അപരാധം എന്താണെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. അതാണ് പറഞ്ഞത്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. ഇതെങ്ങനെയെങ്കിലും വെറുപ്പിക്കുക, മാക്സിമം വെറുപ്പിച്ചിട്ട് അതിൽ നിന്ന് മാക്സിമം റീച്ച് ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക, ഏതെങ്കിലും പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങും. ഇതൊക്കെ തന്നെയാണ് എല്ലാ എണ്ണവും, എല്ലാം ഒന്നിനൊന്ന് മിച്ചമാണ്. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.